Good evening, dear learners. Welcome to our English for Competitive Exam program. In this session, I would like to discuss the topic question tags. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട പാഠഭാഗമാണ്. പല കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. Now we will understand what question tags are, and also we will learn some of the important rules related to question tags. എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്നതും അതുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. We will also look at some of the previous questions asked in the exams. ചില ക്വസ്റ്റ്യൻസ് മുൻകഴിഞ്ഞ എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. Now let us look at the first important rule. What exactly, before we move on to the rules, let us first understand what we mean by question tags. Question tags are short questions placed at the end of sentence in order to transform the whole sentence into a question. സാധാരണഗതിയിൽ ഒരു സെൻറ്റൻസിൻ്റെ അവസാനം ഉപയോഗിക്കുന്ന ചെറിയ ക്വസ്റ്റ്യൻസിനാണ് ക്വസ്റ്റ്യൻ ടാഗ്സ് എന്ന് പറയുക. അതോടുകൂടി ആ സെൻറ്റൻസ് ഒരു ചോദ്യരൂപത്തിലേക്ക് മാറും. Tags are commonly used in spoken English, and the use of correct tags is part of good communication skills. സാധാരണ നമ്മുടെ സംസാര ഭാഷയിലാണ് ക്വസ്റ്റ്യൻ ടാഗ്സ് നമ്മൾ ഉപയോഗിക്കാറ്. നല്ല കൃത്യമായ ഉപയോഗം, ക്വസ്റ്റ്യൻ ടാഗ്സിൻ്റെ ഉപയോഗം നമ്മുടെ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഭാഗമാണ്. Now let us look at some important rules related to question tags. ഒന്നാമത്തെ റൂൾ, പോസിറ്റീവ് സെൻറ്റൻസസ് ടേക്ക് നെഗറ്റീവ് ടാഗ് ആൻഡ് നെഗറ്റീവ് സെൻറ്റൻസസ് ടേക്ക് എ പോസിറ്റീവ് ടാഗ്. ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് പോസിറ്റീവാണോ സെൻറ്റൻസ് എങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തെ റൂളാണ് സെൻറ്റൻസ്, ഇഫ് സെൻറ്റൻസ് ഈസ് പോസിറ്റീവ് ദെൻ ദ ടാഗ് വിൽ ബി നെഗറ്റീവ്. പോസിറ്റീവ് സെൻറ്റൻസസ് ടേക്ക് നെഗറ്റീവ് ടാഗ് ആൻഡ് നെഗറ്റീവ് സെൻറ്റൻസസ് ടേക്ക് എ പോസിറ്റീവ് ടാഗ്. ലുക്ക് അറ്റ് ദ എക്സാമ്പിൾ ഹിയർ. He is an artist, isn't he? Look at the sentence. Here the sentence is positive. He is an artist. So as per the rule, the tag should be negative. So we have the tag isn't he. Look at the second sentence. They were attending the function. Weren't they? Here also the sentence is positive, so the tag is negative. Look at the third sentence. You don't want to be late for the party, do you? Here the sentence is negative, so the tag is positive. Again, fourth sentence, you won't tell him my secrets, will you? Here again the sentence is negative, so the tag is positive. He's never absent, is he? This sentence is negative. Why? Because we have used the word never. That shows that the sentence is negative. ഇവിടെ never ഉള്ളത് കൊണ്ടാണ് സെൻറ്റൻസ് നെഗറ്റീവും നമ്മുടെ ടാഗ് പോസിറ്റീവുമായത്. So take a look at the other rules. Rule number 2. The subject in the main sentence should agree with the pronouns in the question tag. Look at the example. Razia is going tomorrow, isn't she? ഇവിടെ നമ്മൾ പറഞ്ഞത് നമ്മുടെ സെൻറ്റൻസിൽ പറയപ്പെടുന്ന സബ്ജക്റ്റുമായി നമ്മുടെ ടാഗിലുള്ള പ്രോനൗൺ അഗ്രി ചെയ്യണം. നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കുക പ്രോനൗണാണ്. എന്താണ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ ഒരു നൗണിന് പകരം ഉപയോഗിക്കുന്ന ഒരു വേർഡിനാണ് പ്രോനൗൺ എന്ന് പറയുക. പ്രോനൗൺസ് ആർ വേർഡ്സ് that we use instead of a noun. നിങ്ങൾക്കറിയാവുന്നതാണത്. he, she, it, we, you, they, ഇതൊക്കെയാണ് പ്രോനൗണിനുള്ള എക്സാമ്പിൾ. ഇപ്പോൾ സെൻറ്റൻസിൽ വരുന്ന നൗണിനനുസരിച്ചായിരിക്കണം നമ്മുടെ പ്രോനൗൺ വരേണ്ടത്. ഇവിടെ ലുക്ക് അറ്റ് ദ എക്സാമ്പിൾ ഹിയർ. റസിയ ഈസ് ഗോയിങ് ടുമോറോ. ഇവിടെ റസിയ എന്നുള്ളതാണ് നൗൺ. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പ്രോനൗൺ എന്ന് പറയുന്നത് ഷീ ആണ്. നമ്മൾ ഒന്നാമത്തെ റൂൾ പ്രകാരം പഠിച്ചു, സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ നോക്കൂ, റസിയ ഈസ് ഗോയിങ് ടുമോറോ, സോ ദ ടാഗ് isn't she. ലുക്ക് അറ്റ് ദ സെക്കൻഡ് സെൻറ്റൻസ്. ചിൽഡ്രൻ ആർ പ്ലേയിങ് ക്രിക്കറ്റ്, aren't they? ചിൽഡ്രൻ എന്നതാണ് നമ്മുടെ സബ്ജക്റ്റ്. അതിന് കണക്കായിട്ടുള്ള പ്രോനൗൺ എന്ന് പറയുന്നത് they ആണ്. സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവായി. ഇതാണ് രണ്ടാമത്തെ റൂൾ. എന്താണത്? സബ്ജക്റ്റുമായി കൃത്യമായിട്ട് അഗ്രി ചെയ്യണം ക്വസ്റ്റ്യൻ ടാഗിലെ പ്രോനൗൺ. ഓക്കെ. Now let us move on to the rule number 3. The auxiliary verb in the main sentence and in the tag must be the same. If the sentence is in the simple present or the simple past, naturally there won't be any auxiliaries in the sentence
and we have to use the appropriate form of the auxiliary do in the tag. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ സെൻറ്റൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വേർബ് അത് തന്നെയായിരിക്കണം നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൽ വരേണ്ടത്. ഈ ഓക്സിലറി വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സാമ്പിൾസ് ആർ ആം, ഈസ്, ആർ, വാസ്, വെയർ, വിൽ, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്. ഇതൊക്കെയാണ് ഓക്സിലറി വേർബ് എന്ന് പറയുന്നത്. ഒരു സെൻറ്റൻസിൽ ഓക്സിലറി വേർബ് ഉണ്ടെങ്കിൽ ആ ഓക്സിലറി വേർബ് ആയിരിക്കണം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കേണ്ടത്. ഇവിടെ നോക്കുക, ഒന്നാമത്തെ സെൻറ്റൻസ്, യു ഹാവിൻ കംപ്ലീറ്റഡ് ദ വർക്ക്. ഇവിടെ നമ്മളുടെ ഓക്സിലറി വേർബ് എന്താണ്? ഹാവ് ആണ്. അപ്പോൾ നമ്മുടെ പ്രോനൗൺ യുവും സെൻറ്റൻസ് നെഗറ്റീവുമാണ്. അതുകൊണ്ട് യു ഹാവിൻ കംപ്ലീറ്റഡ് ദ വർക്ക്, ഹാവ് യു. യു ഹാവിൻ കംപ്ലീറ്റഡ് ദ വർക്ക്, ഹാവ് യു. ഷീ കംസ് ഫ്രം കേരള. ഇവിടെ നമുക്ക് ഓക്സിലറി വേർബ് ഒന്നും കാണാൻ കഴിയുന്നില്ല. കംസ് എന്നുള്ള വേർബാണ് മെയിൻ വേർബ്. ഇതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവാൻ സാധ്യതയുള്ള സെൻറ്റൻസ്. ഇത്തരം സെൻറ്റൻസുകളിൽ നമ്മൾ മെയിൻ വേർബിൻ്റെ കണക്കായിട്ടുള്ള ഓക്സിലറി വേർബ്, അതായത് ഡൂവിൻ്റെ കൃത്യമായ രൂപമാണ് ഉപയോഗിക്കേണ്ടത്. അതെങ്ങനെയാണ് മനസ്സിലാവുക? ഇവിടെ വേർബ് കംസ് എന്നുള്ളതാണ് അല്ലേ? മെയിൻ വേർബ് കം എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ ഒരു എസ് ചേർത്തതാണ് എന്ത്? കംസ്. അപ്പോൾ നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? ഡസിൻറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി മൂന്നാമത്തെ സെൻറ്റൻസ് നോക്കുക, യു ഹേർഡ് ഹിം സ്പീക്ക്. ഇവിടെ മെയിൻ വേർബ് ഹേർഡാണ്. ഹിയർ എന്നതിൻ്റെ പാസ്റ്റ് ഫോമാണ് ഹേർഡ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡിഡിൻറ്റ്. മനസ്സിലായോ? അതായത് ഒന്നുകൂടി ശ്രദ്ധിക്കുക, നമ്മുടെ വേർബിൻ്റെ നമ്മളുടെ സെൻറ്റൻസിൽ ഓക്സിലറി ഒന്നും കാണുന്നില്ല എങ്കിൽ മെയിൻ വേർബ് നോക്കുക. ആ മെയിൻ വേർബ് നമ്മൾ വേർബിന് 4 രൂപങ്ങളുണ്ട്, കേട്ടില്ലേ? അപ്പോൾ കം എന്നുള്ള വേർബിന് കം, കെയിം, കം, എഗെയിൻ, കമ്മിങ്, അങ്ങനെ 4 രൂപങ്ങളുണ്ട്. ഏത് വേർബ് എടുത്താലും 4 രൂപങ്ങളുണ്ടാവും. ഇപ്പോൾ അറ്റൻഡ്, അറ്റൻഡഡ്, അറ്റൻഡഡ്, അറ്റൻഡിങ്, ഹിയർ, ഹേർഡ്, ഹേർഡ്, പ്ലേ, പ്ലേഡ്, പ്ലേഡ്, പ്ലേയിങ്, അങ്ങനെ 4 രൂപങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈ ഓക്സിലറി വരാതെ വരുന്ന സെൻറ്റൻസ് 2 രീതിയിലാണ് ഉണ്ടാവുക. ഒന്ന് വേർബിൻ്റെ ഒന്നാമത്തെ രൂപവും ചിലതിൽ വേർബിൻ്റെ രണ്ടാമത്തെ രൂപവും വരുന്ന സെൻറ്റൻസുകളാണ് നമുക്ക് കാണുക. ഇത് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ് എന്നാണ് പറയുക. ഇപ്പോൾ നോക്ക്, ഇവിടെ ഷീ കംസ് ഫ്രം കേരള. ഇവിടെ ഒന്നാമത്തെ വേർബിൻ്റെ രൂപമായ കം എന്നാണ് വന്നത്. അതിൻ്റെ കൂടെ ഒരു എസ്സും ചേർത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡസിൻ്റ് ആണ്. അതങ്ങനെ തന്നെ മനസ്സിലാക്കാം. ഡസിൻ്റ്, പിന്നെ ഇവിടെ ഉള്ള നമ്മുടെ പ്രോനൗൺ ഷീ, ഡസിൻ്റ് ഷീ. ഇവിടെ യു ഹേർഡ് ഹിം സ്പീക്ക് വേർബിൻ്റെ രണ്ടാമത്തെ രൂപമാണ്, കേട്ടില്ല? അതുകൊണ്ട് ഡിഡിൻറ്റ്, then the main verb, the auxiliary, that is you, didn't you. You heard him speak, didn't you? Hope this is clear. First of all, you take a look at the sentence, and if there is an auxiliary, you have to use that auxiliary in the tag. If there is no auxiliary, you have to use the appropriate form of do. We use do in simple present and we use didn't in simple past. എന്ന് പറഞ്ഞാൽ അറിയോ, വേർബിൻ്റെ ഒന്നാമത്തെ രൂപമാണ് കാണുന്നതെങ്കിൽ ഡൂവും രണ്ടാമത്തെ രൂപമാണെങ്കിൽ ഡിഡിൻറ്റും. ഉദാഹരണം ഇവിടെ പറയാത്തൊരു എക്സാമ്പിൾ പറയാം. ദേ പ്ലേ ക്രിക്കറ്റ്, ദേ പ്ലേ ക്രിക്കറ്റ്, ഡോൺ ദേ. ദേ പ്ലേ ക്രിക്കറ്റ്, ഡോൺ ദേ. വൈ? ഹിയർ പ്ലേ എന്നാണ് വേർബ്, അവിടെ എന്താണ്? ഡു ആണ് ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ നെഗറ്റീവ് ഡോണ്ട്. ഹി പ്ലേസ് ക്രിക്കറ്റ്, ഡസൻറ്റ് ഹി? ഹി പ്ലേഡ് ക്രിക്കറ്റ്, ഡിഡിൻറ്റ് ഹി? ഈ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കാം. Now let us move on to the rule number 3. I think we have discussed rule number 3. Now let us move on to rule number 4. Look at this. Each, everybody, everyone, nobody, no one, none are singular and they take singular verb in the main sentence. However, the question tag for these always takes a plural verb pronoun. നമ്മൾ സാധാരണഗതിയിൽ ഈച്ച്, എവ്രിബഡി, എവ്രി വൺ, നോബഡി, നോ വൺ ഇങ്ങനെ സെൻറ്റൻസിൻ്റെ ആദ്യ ഭാഗത്ത് വന്നാൽ അതിനെ തുടർന്ന് വേർബ് സിംഗുലർ രൂപത്തിലാണ് ഉണ്ടാവുക. ഉദാഹരണം നോക്കി, എവ്രി വൺ ഹാസ് കം. ഇവിടെ ഹാസ് സിംഗുലർ രൂപമാണ്. പക്ഷേ ടാഗിൻ്റെ ഉപയോഗത്തിന് നമ്മളതിനെ പ്ലൂരലായിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ഹാസിൻ്റെ പ്ലൂരലായിട്ടുള്ള ഹാവ് ആണ് വരേണ്ടത്. അപ്പോൾ ഹാവ് വന്നാൽ തന്നെ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സിംഗുലർ സബ്ജക്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പ്ലൂരൽ തന്നെ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ എവരി വൺ ഹാസ് കം, ഹാവിൻ ദേ. നോബഡി പാസ് ദ എക്സാം, ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഡിഡ് ദേ.
ഈച്ച്, എവ്രിബഡി, എവ്രി വൺ, നോ ബഡി, നോ വൺ, നൺ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവായിട്ടാണ് കാണേണ്ടത്. അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്ന പ്രോനൗണും ഓൾവേസ് ഇറ്റ് ഷുഡ് ബി പ്ലൂരൽ. മനസ്സിലായോ? റൂൾ നമ്പർ 5. ഇഫ് ദ സെൻറ്റൻസ് സ്റ്റാർട്ട്സ് വിത്ത് ലെറ്റസ് ഓർ ലെറ്റ്സ്, ദ ടാഗ് ഓൾവേസ് യൂസ് ഷാൽ ബി. നമ്മളിനി ഒരു സെൻറ്റൻസ് ലെറ്റസ് വെച്ചാണ് തുടങ്ങുന്നതെങ്കിൽ എപ്പോഴും അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഷാൽ ബി ആയിരിക്കും. ലെറ്റ് us obey the rules, shall we? Let's play cricket, shall we? അപ്പോൾ ഈ ലെറ്റസ് വെച്ച് തുടങ്ങുന്നതിന് നമ്മളെപ്പോഴും ഷാൽ ബി ആണ് ഉപയോഗിക്കുക. റൂൾ നമ്പർ 6. ഇൻ ഇമ്പരേറ്റീവ് സെൻറ്റൻസസ് ദ ടാഗ് will you, want you or would you is used in accordance with the situation. നമ്മൾ ഇമ്പരേറ്റീവ് സെൻറ്റൻസസിൽ will you, want you or would you ആണ് ഉപയോഗിക്കുക. സാധാരണഗതിയിൽ PSC പോലുള്ള പരീക്ഷകളിൽ നമുക്ക് ഓപ്ഷനായിട്ട് will you ആണ് പരമാവധി കാണുക. എന്താണ് ഈ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ? നമ്മളൊരു ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഒരു കമാൻഡ് അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ഇതൊക്കെ നടത്തുന്ന സെൻറ്റൻസിനാണ് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം. അവിടെ സബ്ജക്റ്റ് എപ്പോഴും ഒമിറ്റഡ് ആയിരിക്കും. അതായത് സബ്ജക്റ്റ് കാണില്ല. ഉദാഹരണത്തിന് കം ഇൻ, ഇവിടെ സബ്ജക്റ്റ് കാണുന്നില്ല, യു എന്നാണ് അവിടെ സബ്ജക്റ്റ്, യു കം ഇൻ എന്നാണ്. അപ്പോൾ അവിടെ യു ഇല്ല. അപ്പോൾ അത് ഒരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് വാണ്ട് യു അല്ലെങ്കിൽ വിൽ യു. ഓക്കെ, ഓപ്പൺ ദ ഡോർ, വുഡ് യു. അപ്പോൾ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു, വുഡ് യു, ഇത് മൂന്ന് ഉപയോഗിക്കാം. ഓപ്ഷനിൽ ഏതാണോ ഉള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് എക്സാമിന് എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ദ നെഗറ്റീവ് ഓഫ് ഐ ആം ഈസ് ആറിൻ്റ് ഐ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. പല ക്വസ്റ്റ്യൻസിലും കാണുന്ന ഒരു ചോദ്യമാണ് ഈ ഐ ആം വരുന്ന ഒരു സെൻറ്റൻസ്. അതെന്താണ്? അതിൻ്റെ എപ്പോഴും അതിൻ്റെ ടാഗ് ആറിൻ്റ് ഐ എന്നായിരിക്കും. ഐ ആം ഓൾഡർ ദാൻ യു, ആറിൻ്റ് ഐ. ഓക്കെ, when there are two auxiliary verbs in a sentence, we should use the first auxiliary verb in the tag. ചിലപ്പോൾ ചില സെൻറ്റൻസുകളിൽ ഒന്നിലധികം ഓക്സിലറി വേർബ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ സബ്ജക്റ്റിന് ശേഷം വരുന്ന ഓക്സിലറി വേർബ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കേണ്ടത്. ഉദാഹരണം, they should have gone there. ഇവിടെ രണ്ട് ഓക്സിലറി വേർബ് കാണാൻ കഴിയും, ഷുഡ്, ഹാവ്. നമ്മൾ ഉപയോഗിക്കേണ്ടത് സബ്ജക്റ്റിന് ശേഷമുള്ള ഫസ്റ്റ് ഓക്സിലറി ആയിട്ടുള്ള ഷുഡാണ്. ഷുഡിൻ ദേ. Okay, sentences with words like hardly, seldom, never, scarcely, few, little take positive tag. ഈ പറഞ്ഞ വേർഡ്സൊക്കെ സെൻറ്റൻസിലുണ്ടെങ്കിൽ സെൻറ്റൻസിനെ നമ്മൾ നെഗറ്റീവായിട്ടാണ് കാണുക. അപ്പോൾ ടാഗ് എന്തായാലും പോസിറ്റീവ് ആയിരിക്കണം. ലുക്ക് അറ്റ് ദിസ്, ഹീ സെൽഡം കംസ് ലേറ്റ്. ഇവിടെ സെൽഡം വന്നതുകൊണ്ട് തന്നെ സെൻറ്റൻസ് നെഗറ്റീവാണ്. കംസ് എന്നാണ് വന്നത്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടത് പോസിറ്റീവായിട്ടുള്ള ഡസ് ആണ്, ഡസ് ഹി. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളാണ്. യു റൈറ്റ് ദ ആൻസേഴ്സ് ഇൻ യുവർ നോട്ട്ബുക്ക്. അറ്റാച്ച് അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്സ് ടു ദ ഫോളോയിങ് സെൻറ്റൻസ്. റൈറ്റ് ദ ആൻസേഴ്സ് ഇൻ യുവർ നോട്ട്ബുക്ക്. മേരി ഹാസ് അറൈവ്ഡ്. ദ ഫെസ്റ്റിവൽ ബിഗിൻസ് നെക്സ്റ്റ് വീക്ക്. ഐ ഹാവ് ഗിവൺ യു ദ ഇൻസ്ട്രക്ഷൻസ്. ദേ വോണ്ട് ട്രബിൾ യു അഗെയിൻ. ലെറ്റ് us go for a walk. Come here. He went along today. Everyone has to appear for the exam. She got a promotion. He seldom comes on time. I think you can write down the examples, answers. എഴുത്, ആൻസർ എഴുതിയോ എല്ലാവരും? പെട്ടെന്ന് എഴുത്. വെരി ഗുഡ്. Now shall we look at the answers? Yes, very good. Now take a look at the answers here. എല്ലാവരും എഴുതി, കുറച്ചുകൂടി സമയം വേണം. ഓക്കെ, now write down. I think the time is up. Now let us look at the answers. Mary has arrived, hasn't she? The festival begins next week, doesn't it? I have given you the instructions, haven't I? They won't trouble you again, will they? Let us go for a walk, shall we? Come here, won't you? He went along today, didn't he? Everyone has to appear for the exam, haven't they? She got a promotion, didn't she? He seldom comes on time, does he? So these are, I think many of you got all the answers correctly. I think you have understood the topics as well. Now let us move on to some of the questions that appeared in previous questions. Select appropriate answers for the following questions. I am older than you. You have the options here. I don't want to read the options. You can easily go through the options. Now I won't give you the answers here. You have to write down the answers
in your notebook and share it with us. Everyone is liable to make mistakes. She is very beautiful. I shouldn't have lost my temper. Poor people hardly get loans from nationalized banks. Let's meet him. Few people knew the answer. He is 80 years old. Everybody wanted to stay longer. Nitin won't be late. They don't work hard. He should see a doctor. Have another cup of tea? Little progress has been made. You will do it. He doesn't like geography. Rega will have tea. Nobody knows how to operate the machine. Your brother is here. Don't waste your time. People won't like me. They made the car in Germany. Okay, now answer all these questions. Take your time, and I'll just once again go back to these slides. You can take your time and answer the questions. Okay, look at that slide again, read it. Maybe I was bit fast when I was reading that. You can take a look at the slides again and answer these questions. I hope you're writing down. Yes, very good. You can comment the answers in the chat box. Okay, yes, good. Yeah, right, very good. Yeah, yes, fine. Make it fast. Remember all the rules that we mentioned. Okay, good. Yes, remember everybody, remember that rule. Won't be short form of will. Okay, yes. Have another cup of tea. This is an imperative sentence. Remember that rule. Little progress, little negative part. Yes, very good. Nobody knows, again, nobody, it's negative. Well, very good. Don't waste your time. Don't waste your time. Make it fast. Well, the sentence is imperative. Yes, very good. All right. Yes. I think this session is going to be useful for you. Write down the notes and also answer these questions. Now, let us quickly look at some of the auxiliary verbs in English. Am, is, was, where, are, where, being, been, has, have, had, having, do, does, did, will, would, shall, should, can, could, may, might, must, ought, need, dare, used to. Some of the auxiliary verbs are not much used in exams. So, if you have any questions and clarifications, you can ask me at any time. Make use of the opportunities that you are getting here, and let's enjoy learning English. Have a nice time. Thank you very much for being with me today. That's it. Thank you.